Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIMS Nagpur. In Namla, we are doing part 2 of photosynthesis in higher plant and the cycles നമ്മൾ complete ചെയ്യും. And നമ്മൾ ഒരു part 3 ഓടുകൂടി the whole chapter will be finished. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് റിയാക്ഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ പഠിച്ചു? ഫോട്ടോസിന്തസിസ് എങ്ങനത്തെ റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടിരുന്നു. ഫിസിക്കോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ആൻഡ് അത് ഒരു ആനബോളിക് പ്രോസസ് ആണ് വിച്ച് ഇൻവോൾവ്സ് കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ. അപ്പൊ ഇത്രയുള്ള സ്ഥിതിക്ക് നമുക്കറിയാം അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. കെമിക്കൽ പ്രോസസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫോട്ടോസിന്തസിലെ റിയാക്ഷൻ കണ്ടു. ഹോൾ CO2വും വാട്ടറും ലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറോഫിലിന്റെ പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി എന്തുണ്ടാക്കി? കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ആയിട്ട് C6H12O6ഉം വാട്ടർ ഓക്സിഡൈസ് ആയിട്ട് O2വും കിട്ടി. പിന്നെ നമ്മള് പ്ലാന്റ് ആൻഡ് ബാക്ടീരിയൽ ഫോട്ടോസിന്തസിന്റെ ഡിഫറൻസ് കണ്ടു. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് എന്താണെന്നും അത് എവിടെയൊക്കെയാ നടക്കുന്നതെന്നും കണ്ടു. ആൻഡ് നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്താ അടുത്ത് പഠിക്കേണ്ടത്? ഈ ഇക്വേഷൻ അനുസരിച്ച് ഇന്ന റോ മെറ്റീരിയൽസ് വെച്ചാണ് എന്തുണ്ടാക്കുന്നത്? ഷുഗർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോറേജ് ഫോമായ സ്റ്റാർച്ച് ഉണ്ടാക്കുന്നതെന്ന് ആരൊക്കെ കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു നമ്മൾ ആദ്യം നോക്കണം. അപ്പോ അതിനുവേണ്ടി നമ്മൾ ഏർലി എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് എന്താ? ജോസഫ് പ്രീസ്ലി ഏത് ഇയറിൽ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്, ആൻഡ് എന്താ ഡിസ്കവർ ചെയ്തത്, ആൻഡ് ആ എക്സ്പെരിമെന്റ് എങ്ങനെയാന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക, അത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇന്ത്യൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു. ജൂലിയസ് വോൺ സാക്സിന്റെ എക്സ്പെരിമെന്റ് കണ്ടു. അത് കഴിഞ്ഞ് TW എങ്കിൽമാന്റെ എന്താ എക്സ്പെരിമെന്റ് നമ്മൾ ശ്രദ്ധിച്ചു. ആൻഡ് അയാൾ എങ്ങനെയാ ചെയ്തത്, ഏത് പ്ലാന്റിൽ വെച്ചാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഇനി ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ഡയഗ്രം ഒക്കെ വായിച്ച് പഠിച്ചിരുന്നു. എവിടെയാ? പ്ലാന്റ്സിൽ കാണുന്ന സെൽ ഓർഗനിൽ ആയ ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയാ? ഗ്രീൻ ലീവ്സിന്റെ മീസോഫിൽ സെൽസിലാന്ന് കണ്ടു. ആൻഡ് അതിന്റെ മീസോഫിൽ സെൽസ് വിത്ത് റെസ്പെക്ട് ടു ദി വാൾ ഓഫ് മീസോഫിൽ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് കണ്ടു. അത് എന്തുകൊണ്ടാന്ന് കണ്ടു. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് എന്തായിരുന്നു ഫോട്ടോസിന്തസിന്റെ? സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ് എന്റെ ആൻസർ. ആൻഡ് ഈ ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അത് രണ്ട് തരം നമ്മൾ പഠിച്ചിരുന്നു. ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ആൻഡ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ കണ്ടു. തൈലക്കോയിഡ് എന്താ, ഗ്രാനം എന്താ, സ്ട്രോമ തൈലക്കോയിഡ് എന്താ, സ്ട്രോമ എന്താ, ബാക്കിയുള്ള ഓർഗനൽസ് എന്താന്നൊക്കെ നമ്മൾ സമറൈസ് ചെയ്ത് കണ്ടിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് വെച്ചാ, ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, ഒരു എക്സ്ട്രാ പോയിന്റ് പറയാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം. നമ്മൾ ആക്ഷൻ സ്പെക്ട്രം എന്താന്ന് കണ്ടിരുന്നു. അതേപോലെ തന്നെ ആക്ഷൻ സ്പെക്ട്രത്തിന്റെ ഡയഗ്രം നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ A, B ആൻഡ് കാരോട്ടിനോയിഡ്സ്. പ്ലാന്റ്സിൽ കാണുന്ന മേജർ പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ക്ലോറോഫിൽ A, B ആൻഡ് കാരോട്ടിനോയിഡ്സ്. ഇനി അവരുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാണ് ഈ ലൈറ്റ് അല്ലെങ്കിൽ ഓരോ ലൈറ്റും ഏത് വേവ് ലെങ്തിലാണ് ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. അതിന് നമ്മൾ ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിന്റെ ഓരോ രീതി, ഓരോ യെല്ലോ, ബ്ലൂ ആൻഡ് ഗ്രീൻ ഉണ്ട്. ഗ്രീൻ സ്റ്റാൻഡ്സ് ഫോർ ക്ലോറോഫിൽ B, യെല്ലോ ഫോർ കാരോട്ടിനോയിഡ്സ് ആൻഡ് ബ്ലൂ ഫോർ ക്ലോറോഫിൽ A. അങ്ങനെ നമ്മൾ ഇതിന്റെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് വെച്ച് ഓരോ പിഗ്മെന്റും ഏത് ലൈറ്റ് ആണ്, ഏത് സ്പെക്ട്രം ഇത് ഹോൾ വേവ് ലെങ്തിൽ ഏത് വേവ് ലെങ്ത് ആണ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാഫ് വരച്ചു. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നമ്മൾ ഓരോ പ്ലാന്റിലും എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? അതിന്റെ ഓക്സിജൻ റിലീസ് അനുസരിച്ച്. ഓക്സിജൻ റിലീസ് കൂടുതലാണെങ്കിൽ ആ വേവ് ലെങ്തിൽ ഫോട്ടോസിന്തസിന്റെ റേറ്റും കൂടുതലാണ്. ആൻഡ് നമ്മൾ ആദ്യം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിന്റെ ഗ്രാഫ് വരച്ചു. ആൻഡ് ഇത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിന്റെ ഗ്രാഫ്. അതിന്റെ മേലെ എന്താ? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റിന്റെ ഗ്രാഫും കൂടി നമ്മൾ വരച്ചു, ഓരോ പിഗ്മെന്റ്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കുമ്പോ, കമ്പയർ ചെയ്ത് നോക്കുമ്പോ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാല് മാക്സിമം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഞാൻ ഈ രണ്ട് ഡയഗ്രം ഒരൊറ്റ ഡയഗ്രത്തിലാക്കിയാൽ നമുക്കറിയാം ഈ അലൈൻമെന്റ് പോലെ തന്നെ നമുക്ക് കാണുന്നത് ഏത് പിഗ്മെന്റിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ക്ലോറോഫിൽ Aയും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിന്റെയും ഗ്രാഫ് ഓൾമോസ്റ്റ്
ഒരേപോലെയാണ്. ആക്ച്വലി സെയിം അല്ലെങ്കിൽ സിമിലർ, സെയിം അല്ല പക്ഷെ സിമിലർ ആണ് നമുക്ക് പറയാം. കാരണം ഈ രണ്ടിലും എങ്ങനെയാ നമ്മൾ കണ്ടത്, മാക്സിമം അബ്സോർപ്ഷൻ, ലൈറ്റിന്റെ അബ്സോർപ്ഷൻ കാണുന്നത് ബ്ലൂ ആൻഡ് റെഡിന്റെ വേവ് ലെങ്ത് ആണ്. ഇത് ബ്ലൂ ആണെങ്കിൽ ഇത് റെഡ് ആണെങ്കിൽ ഈ രണ്ട് വേവ് ലെങ്ത്തിന്റെ സമയത്താണ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് മാക്സിമം ആൻഡ് ക്ലോറോഫിൽ എയും പീക്കിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ലൈറ്റ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ, ബി ആൻഡ് ദ കരോട്ടിനോയിഡ്സിന്റെ ഗ്രാഫ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ക്ലോറോഫിൽ എ ആണ് മേജർ പിഗ്മെന്റ് വിച്ച് ഇസ് ഹെൽപ്പിംഗ് ഇൻ ഫോട്ടോസിന്തസിസ്. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും ക്ലോറോഫിൽ എന്റെ പീക്കും സെയിം വേവ് ലെങ്ത്തിൽ സൂപ്പർ ഇമ്പോസ് ആവുന്നത്. ഇത്രയും കാര്യം നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡയറക്ട്ലി ലൈറ്റ് റിയാക്ഷൻസിലേക്ക് പോവാണ്. ലൈറ്റ് റിയാക്ഷൻ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ലൈറ്റ് റിയാക്ഷൻ എന്താണ്, എന്നിട്ട് നമ്മൾ അതിന്റെ സൈക്കിൾ നോക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ആദ്യം നമുക്ക് NCERT കൊടുത്ത ഡെഫിനിഷൻ നോക്കാം. ലൈറ്റ് റിയാക്ഷൻ എന്താണ്? NCERT പറയുന്നു, ലൈറ്റ് റിയാക്ഷൻസ് ഓർ ദി ഫോട്ടോ കെമിക്കൽ ഫേസ്. അതെന്താ, ലൈറ്റ് റിയാക്ഷന്റെ വേറെ പേരെന്താ, ഫോട്ടോ കെമിക്കൽ ഫേസ്. കാരണം എന്താ, ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. ആൻഡ് ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് നടക്കും, 3 പ്രോസസ്സാണ് മെയിൻലി നടക്കുന്നത്. ആദ്യം എന്താന്ന് വെച്ചാൽ ലൈറ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. പ്ലാന്റ് ആ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് പതുക്കെ വാട്ടർ സ്പ്ലിറ്റിംഗ് ചെയ്യും. ഇതിനൊക്കെ ഓരോ മോട്ടീവ് ഉണ്ട്. അത് നമ്മൾ സൈക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ എന്തൊക്കെ ചെയ്യും, ആദ്യം ലൈറ്റിനെ അബ്സോർബ് ചെയ്തു, പിന്നെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഓക്സിജൻ റിലീസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്തുണ്ടാക്കണം, ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാക്കണം. ATPയും NADPHും 2 ഇന്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ATP ആൻഡ് NADPH ആണെന്ന് പറയും. ഇനി ഈ ATP NADPHും ലൈറ്റ് റിയാക്ഷന് എൻഡിൽ ഉണ്ടാവും. എന്തിനാ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അടുത്ത ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞ് അടുത്ത റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ. ഈ ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് നെസസറി ആണെന്നില്ല, പക്ഷെ ഇരുട്ടത്ത് മാത്രമേ നടക്കുള്ളൂ എന്നുമില്ല. പിന്നെന്താ, ഈ ലൈറ്റ് റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ്സ് അല്ലെങ്കിൽ ഉണ്ടാക്കി വരുന്ന പ്രോഡക്ട്സിൽ ഡിപ്പെൻഡന്റ് ആണ് ഡാർക്ക് റിയാക്ഷൻ. ഈ ലൈറ്റ് റിയാക്ഷൻ നടന്നാലേ അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാവുള്ളൂ, ATP ആൻഡ് NADPH. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അടുത്ത റിയാക്ഷൻ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഫോർമേഷൻ നടക്കുള്ളൂ. കാരണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആണ് ATP ആൻഡ് NADPH. അങ്ങനെ ഇനി നമുക്ക് നോക്കേണ്ടത്, ഈ ലൈറ്റ് റിയാക്ഷനിൽ ചില പ്രോട്ടീൻ കോംപ്ലക്സസ് ഇൻവോൾവ് ആണ്. ആൻഡ് ഈ പ്രോട്ടീൻ കോംപ്ലക്സസ് എങ്ങനത്തെയാണ്, പ്രോട്ടീൻ കോംപ്ലക്സസിലാണ് പിഗ്മെന്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെ എന്താന്നൊക്കെ നമ്മളിപ്പോ കാണും. ആൻഡ് ഈ പ്രോട്ടീൻ കോംപ്ലക്സ് അതിനെ എന്ത് നമ്മൾ വിളിച്ചു, പിഗ്മെന്റ്സിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ എങ്ങനെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് വിത്തിൻ ദി ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2 എന്ന് വിളിച്ചു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണ്, ഈ ഫോട്ടോസിസ്റ്റം 1, 2 വാസ് നെയിംഡ് സോ ബിക്കോസ് ഓഫ് വാട്ട് എന്ന് ചോദിച്ചാല് എന്താ പറയാ, അതിന്റെ ഫംഗ്ഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് NCERT ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നോട്ട് ഇൻ ദ സീക്വൻസ് ഇൻ ദേ ഫംഗ്ഷൻ. അവർ ഫംഗ്ഷൻ ചെയ്യുന്ന സീക്വൻസ് ഒന്നും ബന്ധം വെച്ചിട്ടല്ല അവരുടെ അങ്ങനെ നെയിം ചെയ്ത്, ജസ്റ്റ് ആ സീക്വൻസ് ഓഫ് ഡിസ്കവറി ആണ്. അത് ഒരു പ്രാവശ്യം മുമ്പ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഫോട്ടോസിസ്റ്റം 1 and 2 were named so because of what എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ തന്നു. അതിൽ നമ്മൾ എന്താ ആൻസർ, ബിക്കോസ് ഓഫ് ദി സീക്വൻസ് ഓഫ് ദ ഡിസ്കവറി. ഇനി നമ്മൾ ഫോട്ടോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നോക്കാൻ പോവാണ്. ഫോട്ടോസിസ്റ്റത്തിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഫോട്ടോസിസ്റ്റത്തിൽ ആദ്യമുള്ള എന്താന്ന് വെച്ചാല് എന്തുണ്ട്, നടുക്കൊരു റിയാക്ഷൻ സെന്റർ ഉണ്ട്. നടുക്ക് ഒരു റിയാക്ഷൻ സെന്റർ ഉണ്ട്. ഈ റിയാക്ഷൻ സെന്റർ എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയ കിങ്ഡം ഉണ്ടെന്ന് വിചാരിച്ചോ. ആ കിങ്ഡത്തിൽ എന്തൊക്കെ ഉണ്ടാവും, രാജാവ് ഉണ്ടാവും, രാജാവിന്റെ മന്ത്രിമാരും അവരുടെ സബോർഡിനേറ്റ്സും ഉണ്ടാവും. എങ്ങനെ അവരുടെ ജോലിക്കാര്, ഭടന്മാര്, മന്ത്രി, പിന്നെ അങ്ങനത്തെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും. ആൻഡ് കുറെ പ്രജകളും ഉണ്ടാവും. അതായത് ബാക്കിയുള്ള നോർമൽ മനുഷ്യന്മാരും ഉണ്ടാവും. അപ്പൊ ഈ ഫോട്ടോസിസ്റ്റത്തിനെ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാല് ഈ ഫോട്ടോസിസ്റ്റം ഒരു കിങ്ഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ നടുക്ക് രാജാവിനെ പോലെ ഇരിക്കുന്നത് ആരാ, റിയാക്ഷൻ സെന്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ആൻഡ് അവിടെ ഇരിക്കുന്നത് ആരാ, 1 മോളിക്യൂൾ ഓഫ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എന്റെ ഒരു മോളിക്യൂൾ രാജാവിനെ പോലെ നടുക്ക് കയറിയിരുന്നു. എവിടെ, ഈ ഫോട്ടോസിസ്റ്റത്തിന്റെ നടുക്ക്. ആൻഡ് അതിനെ നമ്മൾ വിളിച്ച പേര് റിയാക്ഷൻ സെന്റർ. ഇനി അതിന്റെ ചുറ്റും എന്തുണ്ട്,
അതിന്റെ ചുറ്റും ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ വേറെ പേരാണ് ആന്റിന. ആന്റിന എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇനി അത് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ആന്റിനയിൽ എന്തൊക്കെ കാണാന്ന് വെച്ചാൽ നമുക്ക് പറയണം. എന്ത്? ഫസ്റ്റ്, ആന്റിനയിൽ കാണുന്നത് ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ടാവും. ആൻഡ് ഈ ആക്സസറി പിഗ്മെന്റ്സ് എന്തൊക്കെയാ നമുക്കറിയാം, മെയിൻ ആയിട്ടുള്ള ക്ലോറോഫിലെ റിയാക്ഷൻ സെന്ററിൽ ഇരിക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ക്ലോറോഫിൽ ബിയും കെരോട്ടിനോയിഡ്സും ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എവിടെ ഇരുന്നുകൊണ്ടാണ്? ആന്റിന അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ ഇരുന്നുകൊണ്ടാണ്. ഇനി ഒരു എക്സാം ഓറിയന്റഡ് പോയിന്റ് പറഞ്ഞാൽ എന്ത് പറയും? ക്ലോറോഫിൽ ബി constitutes of 1/4 of the total chlorophyll. കാൽ ഭാഗം ടോട്ടൽ ക്ലോറോഫിലിനെ 1/4 എടുത്താൽ കംപ്രൈസ് ചെയ്യുന്ന എന്താ? ക്ലോറോഫിൽ ബി. ആൻഡ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കെറോട്ടിനോയിഡിന്റെ വേറൊരു പേരാണ് ഷീൽഡ് പിഗ്മെന്റ്സ്. ഷീൽഡ് പിഗ്മെന്റ്സ് എന്ന് അറിയപ്പെടുന്ന പിഗ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ പിഗ്മെന്റ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കെറോട്ടിനോയിഡ്സ്. കാരണം എന്താ? നമുക്കറിയാം, രാജാവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാണ്ടിരിക്കാൻ നമ്മൾ മേലെ കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ആരൊക്കെയാ? മന്ത്രിയോ അങ്ങനത്തെ ഭടന്മാരോ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അതേപോലെ രാജാവിനും ഫോട്ടോ ഓക്സിഡേഷൻ, അതായത് അമിതമായ സൺലൈറ്റിന്റെ എഫക്റ്റ് വന്ന് ഫോട്ടോ ഓക്സിഡേഷൻ വന്ന് നശിച്ചു പോകാണ്ടിരിക്കാൻ ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു കൊട പോലെ പ്രവർത്തിക്കുന്നതാണ് കെറോട്ടിനോയിഡ്സ്. അതുകൊണ്ട് നമ്മൾ കെറോട്ടിനോയിഡ്സിനെ എന്ത് വിളിച്ചു? ഷീൽഡ് പിഗ്മെന്റ്സ് എന്ന് വിളിച്ചു. അതെങ്ങനെ? ബിക്കോസ് ദേ പ്രൊട്ടക്ട് ഫ്രം ദി ഫോട്ടോ ഓക്സിഡേഷൻ ഡാമേജ്. ഫോട്ടോ ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് റിയാക്ഷൻ സെന്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഷീൽഡ് പിഗ്മെന്റ്സ് എന്ന് വിളിച്ചു. അപ്പൊ അത്രയും കാര്യം നോക്കി. ഇനി ആക്സസറി പിഗ്മെന്റ്സിന്റെ ജോലി എന്താ? നമുക്കറിയാം, ഒരു കിങ്ഡം നോക്കിയാൽ രാജാവ് എന്തൊക്കെ ജോലി എടുക്കും? അവിടുത്തെ ബാക്കിയുള്ള വൃത്തിയാക്കലും ക്ലീനിങ്ങും ബാക്കിയുള്ള പ്രജകളുടെ അന്വേഷണം ഒക്കെ നടത്താൻ ബാക്കി കുറെ ആൾക്കാരുണ്ട്. പക്ഷെ രാജാവ് എന്താ? മെയിൻ സാധനങ്ങളെ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ക്ലോറോഫിൽ എ മെയിൻ പണികൾ ചെയ്യും. ഇനി മെയിൻ ലൈറ്റ് മേജർലി അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ ഈ ക്ലോറോഫിൽ എക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റ്, അത് അബ്സോർബ് ചെയ്യാനാണ് നമ്മുടെ ആന്റിനയില് ആക്സസറി പിഗ്മെന്റ്സ് ആയ ഏതൊക്കെ 2 സാധനങ്ങൾ, ക്ലോറോഫിൽ ബിയും കെറോട്ടിനോയിഡ്സ് ഇരിക്കുന്നത്. ആക്സസറി പിഗ്മെന്റ്സ് അവരെന്താ ചെയ്യുക? ദേ അബ്സോർബ് ലൈറ്റ് ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത് ആൻഡ് ഹാൻഡ് ഓവർ ഇറ്റ് ടു ദി റിയാക്ഷൻ സെന്റർ. അതിന്റെ ആ ഫിനോമിനെ വിളിക്കുന്നത് ഇൻഡക്ഷൻ റെസൊണൻസ് ചെയ്യുന്നത് ആരാ, അല്ലെങ്കിൽ ക്യാരിഡ് ഔട്ട് ബൈ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? ആക്സസറി പിഗ്മെന്റ്സ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഫോട്ടോ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി കാണേണ്ടത് ഫോട്ടോ സിസ്റ്റത്തിന് 2 ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫോട്ടോ സിസ്റ്റം. ആ ഹെഡിങ്ങിന് താഴെ എന്തൊക്കെ വരും? 2 ടൈപ്സ്. ഈ 2 ടൈപ്സിലെ ആദ്യത്തേത് ഏതാ? PS1 അല്ലെങ്കിൽ P700. ഈ PS1നെ P700 എന്ന് വിളിക്കാനുള്ള കാരണം എന്തായിരിക്കും? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം 700 എന്ന് ഉദ്ദേശിക്കുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഇനി ഈ ഫോട്ടോ സിസ്റ്റം, അതായത് ഫോട്ടോ സിസ്റ്റം 1ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ വേവ് ലെങ്ത് 700 നാനോമീറ്റർ ആണ്. അതിനും കൂടുതൽ ഉള്ള വേവ് ലെങ്ത് ഇത് അബ്സോർബ് ചെയ്യില്ല, ജസ്റ്റ് റിഫ്ലക്ട് ചെയ്ത് വിടും. അതുകൊണ്ട് തന്നെ അതിനും കൂടുതലുള്ള വേവ് ലെങ്ത് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. ഇനി ഫോട്ടോ സിസ്റ്റം 2നെ നമ്മൾ എന്ത് വിളിച്ചു? P680. അതെന്തുകൊണ്ടായിരിക്കും? സെയിം ലോജിക്. മാക്സിമം വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോ സിസ്റ്റം 2ന് എത്രയായിരിക്കും? 680 നാനോമീറ്റർ. ഇനി അടുത്ത ഡിഫറൻസ്, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഫോട്ടോ സിസ്റ്റം 1 എവിടെയാ, ഫോട്ടോ സിസ്റ്റം 2 എവിടെയാ? ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റിൽ ഈ സാധനങ്ങൾ എവിടെയാ നമ്മൾ നോക്കണം. അപ്പോ P700 അല്ലെങ്കിൽ PS1 എവിടെയാ? നോൺ അപ്രസ്ഡ് പാർട്ട് ഓഫ് ഗ്രാന തൈലക്കോയിഡ് ആൻഡ് സ്ട്രോമ തൈലക്കോയിഡ്. നോൺ അപ്രസ്ഡ് പാർട്ട് എന്ന് വെച്ചാൽ കൺജസ്റ്റഡ് ആയിട്ടിരിക്കാത്ത, അതായത് ഞാനിപ്പോ ജസ്റ്റ് ഒരു കുറെ തൈലക്കോയിഡിന്റെ സ്റ്റാക്ക് ഗ്രാന ഉണ്ടാക്കി വരച്ചു. ഇതില് നോൺ അപ്രസ്ഡ് പാർട്ട് ഏതാ? NA. നോൺ അപ്രസ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈ മേലത്തെ ഭാഗം എക്സ്പോസ്ഡ് ആണ്, പിന്നെ ഈ സൈഡിലത്തെ ഭാഗം എക്സ്പോസ്ഡ് ആണ്, കൺജസ്റ്റഡ് അല്ല. അങ്ങനെ ഇങ്ങനെ അടഞ്ഞിരിക്കാത്ത ഭാഗം നോൺ അപ്രസ്ഡ്. ഇനി അപ്രസ്ഡ് ഭാഗം ഏതാന്ന് വെച്ചാല് A ഫോർ അപ്രസ്ഡ് പാർട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ട് തൈലക്കോയിഡിന്റെ നടുക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? അപ്രസ്ഡ്. പ്രസ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രസ് ചെയ്ത് ഇരിക്കുന്ന. അതേ ലോജിക് അനുസരിച്ച് നോൺ അപ്രസ്ഡും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നോൺ അപ്രസ്ഡ് പാർട്ടിൽ കാണുന്നത് ഏത് ഫോട്ടോ സിസ്റ്റം ആണ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ? നോൺ അപ്രസ്ഡിൽ കാണുന്നത് ഗ്രാന തൈലക്കോയിഡും സ്ട്രോമ തൈലക്കോയിഡും ആണ്. അപ്പൊ ഏതാ?
നോൺ അപ്രസ്ഡ് പാർട്ട് ഓഫ് ഗ്രാനതൈലക്കോയിഡ് ആൻഡ് സ്ട്രോമതൈലക്കോയിഡ് ആണ് ഏത് P700 ഉള്ളത്. ഇനി അപ്രസ്ഡ് പാർട്ടില് ഗ്രാനതൈലക്കോയിഡിന്റെ അപ്രസ്ഡ് പാർട്ടിൽ ഏതുണ്ട്? PS2 ഉണ്ട്. അപ്പോ ഇതിന്റെ കീ പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ അപ്രസ്ഡ് ഫോർ ഗ്രാനതൈലക്കോയിഡ് ആൻഡ് നോൺ അപ്രസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മയുണ്ട് GS എന്ന് ആലോചിച്ച് നോക്കുക. ഗ്രാനതൈലക്കോയിഡും സ്ട്രോമതൈലക്കോയിഡും. നോൺ അപ്രസ്ഡ് ഗ്രാനതൈലക്കോയിഡ് സ്ട്രോമതൈലക്കോയിഡ്, അപ്രസ്ഡ് പാർട്ട് ഗ്രാനതൈലക്കോയിഡ് P680. അപ്പൊ ഏതാ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ എൻസൈം എങ്ങനെയാ? P700 അല്ലെങ്കിൽ PS1 ഉള്ള എൻസൈമാണ് NADP റിഡക്ടേസ്. ഇനി ഇതേപോലെ തന്നെ മറ്റടുത്ത് എന്താ? PS2 എന്താ? വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിന്റെ മെയിൻ കോൺസ്റ്റന്റ് ആരാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ മെയിൻ ആക്ടിവിറ്റി ഫെസിലിറ്റേറ്റഡ് ആക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മൾ പറയണം P700 NADP റിഡക്ടേസും PS2 വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സും ഉള്ളത്. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? അസിമിലേറ്ററി പവർ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അസിമിലേറ്ററി പവർ സിന്തസൈസ്ഡ് ബൈ ഏത് റിയാക്ഷൻ? അസിമിലേറ്ററി പവർ എന്താ? അസിമിലേറ്ററി പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാർക്ക് റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അസിമിലേഷൻ ഉപയോഗിക്കുന്ന സാധനം ATP and NADPH. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏത് റിയാക്ഷനാണ്? നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വന്നു? ലൈറ്റ് റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഇസ് ലൈറ്റ് റിയാക്ഷൻ? ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്താ? ലൈറ്റ് അബ്സോർബ് ചെയ്യും, വാട്ടർ സ്പ്ലിറ്റിംഗ് നടത്തും, ഓക്സിജൻ റിലീസ് നടത്തും ആൻഡ് കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാക്കും. ഇനി ഫോട്ടോ സിസ്റ്റം 1 കണ്ടു, ഫോട്ടോ സിസ്റ്റം 2 കണ്ടു. എന്തുകൊണ്ടാണ് അവർ 1, 2 എന്ന് പേര് കണ്ടു? ആൻഡ് അടുത്ത് ഞാനൊരു പോയിന്റ് വായിക്കാണ്. ഈച്ച് ഫോട്ടോ സിസ്റ്റം ഹാസ് ഓൾ ദി പിഗ്മെന്റ്സ് എക്സെപ്റ്റ് 1 molecule of chlorophyll A ഫോമിംഗ് എ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. ആ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? ക്ലോറോഫിൽ A ഒഴിച്ച് ബാക്കി എല്ലാ പിഗ്മെന്റ്സ് ഉള്ള ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ വിളിച്ചു ആന്റിന എന്ന് വിളിച്ചു. ആൻഡ് ഇവരെന്താ ചെയ്യുക? ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ദ സിംഗിൾ ക്ലോറോഫിൽ A നമ്മൾ എന്ത് വിളിച്ചു? നടുക്കിരിക്കുന്ന റിയാക്ഷൻ സെന്റർ. പിന്നെ PS1 അബ്സോർപ്ഷൻ പീക്ക് എത്രയാന്ന് കണ്ടു? 700 നാനോമീറ്റർ. ഇതേപോലെ PS2 680 നാനോമീറ്റർ. ഇത്രയും നമ്മൾ കണ്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാണ്, ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാ? മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. ലൈറ്റ് റിയാക്ഷൻ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിൽ നടക്കും. ആൻഡ് അതിന്റെ മോട്ടീവ് എന്താ? ഈ ഹോൾ റിയാക്ഷന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ദി അസിമിലേറ്ററി പവർ. അസിമിലേറ്ററി പവർ എന്തൊക്കെയാ? ATP and NADPH. ATPയും NADPH ഉണ്ടാക്കുക. ഇവരാണ് എന്ത്? അസിമിലേറ്ററി പവർ ATP and NADPH ഇവരെ ഉണ്ടാക്കാന്നുള്ള മോട്ടീവാണ് ലൈറ്റ് റിയാക്ഷൻ ഉള്ളത്. ഇനി നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കാണാൻ പോവാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എവിടെയാ? സെയിം അതേപോലെ തന്നെ എവിടെ? മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. പിന്നെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നമ്മൾ മറ്റേ റെസ്പിറേഷൻ ചാപ്റ്ററിൽ കണ്ടിരുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാ നടക്കുന്നത്, അതേപോലെ ഇവിടെ എങ്ങനെയാ നടക്കുന്നത്? മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡിൽ. ഇനി ഇതിൽ എന്താ നടക്കുന്നത്? പേര് പോലെ തന്നെ ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്. ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്താ? അപ് ഹിൽ മൂവ്മെന്റ് എന്താ? ഞാൻ ഒരു 2 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോ ഡൗൺ ഹിൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ കാരിയർ ടു ദി അതർ. ഒരു കാരിയറിൽ നിന്ന് മറ്റൊരു കാരിയറിലേക്ക് ഡൗൺ ഹിൽ ആയിട്ട് ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ടിന് നമ്മൾ വിളിച്ചു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഇനി ഈ ഡൗൺ ഹിൽ അപ് ഹിൽ മൂവ്മെന്റ് നമ്മൾ എന്തുകൊണ്ടാ പറയാ? നമുക്കറിയാം നമ്മളൊരു ഡൗൺ ദ ഹിൽ താഴോട്ട് നടക്കുമ്പോൾ നമുക്ക് വലിയ എനർജിയുടെ എക്സ്പെൻസ് ആവശ്യമില്ല. കാരണം എന്താ? നമുക്ക് വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ അപ് ഹിൽ നടക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഗ്രാവിറ്റിയുടെ എഗൻസ്റ്റ് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ ബേസിലാണ് നമ്മൾ ഡൗൺ ഹിൽ ആണോ അപ് ഹിൽ ആണോ പറയാ. ഇനി റിഡോക്സ് പൊട്ടൻഷ്യൽ ഇത് ഭയങ്കര മിസ്ലീഡിങ് ടേം ആണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കാനുള്ള രീതി ഞാൻ പറയാം. ഒരാൾക്ക് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നത് എന്താ? അയാളുടെ സ്വന്തം എങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങി പാസ്സാവാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് റിഡോക്സ് പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ? അയാള് സ്വയം റെഡ്യൂസ്ഡ് ആയിട്ടിരിക്കാനുള്ള പൊട്ടൻഷ്യല് എന്താ കൂടുതലാണ്. അതായത് ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ തെറ്റും. അപ്പൊ എങ്ങനെ അടുത്ത ന്യൂമോണിക് എന്താന്ന് വെച്ചാലും ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ, അതായത് സ്വയം റെഡ്യൂസ്ഡ് ആയിട്ടിരിക്കാനുള്ള പൊട്ടൻഷ്യൽ അതിന് കുറവാണ്, അതാണ് ലോ. അപ്പൊ അവർക്ക് ഇലക്ട്രോൺ എന്താ ഗെയിൻ ആണോ ചെയ്യുക ലൂസ് ആണോ ചെയ്യുക? അപ്പൊ L വെച്ച് ആലോചിക്കാം. ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ.
ഹൈ ആണെങ്കിൽ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കാണാൻ പോവാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് രണ്ട് തരം ഉണ്ട്. എന്തൊക്കെ? നോൺ സൈക്ലിക്കും സൈക്ലിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് രണ്ട് തരം. എന്തൊക്കെ? നോൺ സൈക്ലിക്കും സൈക്ലിക്കും. അതിന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്താ? ആദ്യം കാണാൻ പോകുന്നത് നോൺ സൈക്ലിക് ആണ്. ഇനി നോൺ സൈക്ലിക്കില് ആദ്യം നമ്മൾ ആരെ വരച്ചു? ആ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ PS2 വരച്ചു. PS2 വേറൊരു പേരെന്താ? P680. കാരണം അവര് മാക്സിമം എത്ര നാനോമീറ്റർ വരെ അബ്സോർബ് ചെയ്യുള്ളൂ? 680 നാനോമീറ്റർ. അപ്പൊ ഈ PS2 എന്ത് ചെയ്യും? ഞാൻ നേരത്തെ ഓൾറെഡി PS2 ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിരുന്നു. മാക്സിമം എത്ര? 680 നാനോമീറ്റർ. പ്രസന്റ് വെയർ അപ്രസ്ഡ് പാർട്ട് ഓഫ് ഗ്രാനോതൈലക്കോയിഡ്. ആൻഡ് അവർക്ക് വേറൊരു ഗുണമുള്ള എന്താ, അല്ലെങ്കിൽ വേറൊരു കഴിവുള്ള എന്താ? അവർക്ക് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് നമുക്ക് പ്രോസസ് കാണുകയാണെങ്കിൽ PS2 എന്ന് പറഞ്ഞ ഫോട്ടോ സിസ്റ്റത്തിലേക്ക് ലൈറ്റ് വീഴും. ലൈറ്റ് വീഴുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്യും PS2. ആൻഡ് 4 ഇലക്ട്രോൺസ് ചാടിപ്പോവും. എങ്ങോട്ട് ചാടിപ്പോവും? അതാരാ ആദ്യത്തെ പ്രൈമറി അക്സെപ്റ്റർ ആരാ? PS2 ഒന്ന് ചാടിപ്പോകുന്ന ഇലക്ട്രോൺസ് ആദ്യം എടുക്കുന്നത് ഫിയോഫൈറ്റിനാണ്. ആൻഡ് ഈ ഫിയോഫൈറ്റിൻ PS2 ഈ ഇലക്ട്രോൺസ് എടുക്കാണ്. കാരണം എന്താ? എക്സൈറ്റേഷൻ നടന്നു. ലൈറ്റ് ഫോൾ ചെയ്തപ്പോ എക്സൈറ്റഡ് ആയി. അപ്പൊ ആ മൂവ്മെന്റിനെ നമ്മൾ അപ് ഹിൽ വിശേഷിപ്പിച്ചു. അതൊരു അപ് ഹിൽ മൂവ്മെന്റ് ആണ്. എന്താ അപ് ഹിൽ എന്ന് വെച്ചാൽ എന്താ? എക്സൈറ്റഡ് ആയ ഇലക്ട്രോൺസ് PS2 ഫിയോഫൈറ്റിനിലേക്ക് പോയി. എഗൻസ്റ്റ് ദി പൊട്ടൻഷ്യൽ. അതായത് കൊടുക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ലൈറ്റ് പുറത്തുനിന്ന് കൊടുത്ത് കുറച്ച് എക്സ്പെൻസും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ അതിനെ അപ് ഹിൽ വിളിച്ചു. ആൻഡ് ഫിയോഫൈറ്റിന്റെ അടുത്തുനിന്ന് അടുത്തത് ആ 4 ഇലക്ട്രോൺസ് ആരടുത്തേക്ക് പോവും? പ്ലാസ്റ്റോക്വിനോൺ. പീക്ക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റോക്വിനോൺ. ആ ഇലക്ട്രോൺസ് പ്ലാസ്റ്റോക്വിനോണിന്റെ അടുത്ത് പോവും. ഇനി പ്ലാസ്റ്റോക്വിനോൺ അടുത്ത ആളുടെ അടുത്തേക്ക് പോവും. അതെന്താ? സൈറ്റോക്രോം B6F. ഈ സൈറ്റോക്രോം B6F ആ 4 ഇലക്ട്രോൺസ് എടുത്തു. ഇനി ഇവിടുന്ന് എങ്ങനെയാ അടുത്ത ഇലക്ട്രോൺസ് എടുത്ത്? പ്ലാസ്റ്റോസയാനിൻ എന്ന് പറഞ്ഞ കാരിയർ ഈ 4 ഇലക്ട്രോൺസ് എടുത്തു. പ്ലാസ്റ്റോസയാനിൽ നിന്ന് അടുത്തത് ആരുടെ പോവും? അടുത്തത് PS1ലേക്ക് എത്തി. ഈ 4 ഇലക്ട്രോൺസ് എത്തി. അപ്പൊ നമ്മൾ എന്തോ കണ്ടു? ആദ്യം ഫിയോഫൈറ്റിനെ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് താഴോട്ട് പോകുന്ന മൂവ്മെന്റ് നമ്മൾ എന്ത് വിളിച്ചു? ഡൗൺ ഹിൽ. അപ്പൊ ഇത്രയും കണ്ട മൂവ്മെന്റ് എന്താ? ഡൗൺ ദ ഹിൽ ആണ്. അതായത് ഡൗൺ ഹിൽ മൂവ്മെന്റ്. അപ്പൊ ഫിയോഫൈറ്റിന്റെ പ്ലാസ്റ്റോക്വിനോൺ, പിന്നെ സൈറ്റോക്രോം B6F, പിന്നെ പ്ലാസ്റ്റോസയാനിൻ, പിന്നെ PS1. ഇത്രയും കാര്യം ഈ കാരിയേഴ്സ് 1 by 1 മറക്കാണ്ട് ആലോചിച്ച് വെക്കാം. ഓർഡറിൽ എങ്ങനെയെങ്കിലും ന്യൂമോണിക്കിന്റെ സഹായത്തോടെ ഓർത്തു വെക്കാം. അത് തെറ്റരുത്. എങ്ങാനും പ്രൈമറി ആക്സെപ്റ്റ് ചെയ്താ ഇത് കഴിഞ്ഞ് ആരെ ആക്സെപ്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി PS1ലേക്ക് എത്തി. ഇനി അടുത്ത നമ്മൾ കാണാണ് PS1ലും ലൈറ്റ് വന്നു വീഴാണ്. PS1ലും ലൈറ്റ് വന്നു വീഴുമ്പോൾ എഗെയിൻ ഒരു അപ് ഹിൽ ട്രാൻസ്ഫർ ഉണ്ടാവും. ഏതിന്റെ? ഈ 4 ഇലക്ട്രോൺസിന്റെ. എന്നിട്ട് എടുക്കുന്നത് ആരാ? അടുത്തത് എടുക്കുന്നത് FES. ഈ ഇലക്ട്രോൺസ് എടുത്തു. ഇനി ആർക്ക് കൊടുക്കും? ഈ 4 ഇലക്ട്രോൺസ് FNRന് കൊടുത്തു. ഇനി അടുത്തത് ആർക്ക് കൊടുക്കും? അടുത്തതായിട്ട് നമുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുക ആര്? NADP+. ഈ NADP+ ഈ വന്ന 4 ഇലക്ട്രോണുമായിട്ട് യോജിച്ച് എന്തുണ്ടാവും? NADPHഉം H+ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ബാലൻസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കിട്ടും? 2 NADPHഉം 2 H+ കിട്ടും. ഇനി ഞാൻ പറയാണ് ഇത്രയും സാധനങ്ങൾ നടക്കുന്നത് എവിടെയാ ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സ്ട്രോമയിലാണ് നടക്കുന്നത്. കാരണം നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ NADP റിഡക്ടേസിന്റെ സഹായത്തോടെ ഇത്രയും നടക്കുന്നത്. NADP റിഡക്ടേസ് ഏതിലാ പ്രസന്റ്? PS1. PS1 എവിടെയാ? എക്സ്പോസ്ഡ് അല്ലെങ്കിൽ നോൺ അപ്രസ്ഡ് റീജിയനിലാണ്. അപ്പൊ ഇത്രയും കാര്യം നടക്കുന്നത് സ്ട്രോമയിലാന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ പ്ലാസ്റ്റോക്വിനോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രോൺ കാരിയർ മാത്രമല്ല, ഇതൊരു പ്രോട്ടോൺ പമ്പും കൂടിയാണ്. അപ്പൊ ഈ പ്രോട്ടോൺ പമ്പ് എന്ത് ചെയ്യും? നമുക്കറിയാം നമ്മൾ റെസ്പിറേഷനിൽ പഠിച്ച പോലെ അതേ ലോജിക്ക് വെച്ച് എങ്ങനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം H+ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ കുറച്ച് ഗ്രേഡിയന്റ് ഉണ്ടാക്കണം. ഈ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ആ ഫോഴ്സ് വെച്ചാണ് നമുക്ക് ADPനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ഉണ്ടാക്കുന്നത്.
കാരണം എല്ലാ പ്രോസസ്സിനും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ATP ഉണ്ടാക്കുക, എനർജി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി ഉണ്ടാവണം. അപ്പൊ അത്രയും ചെയ്യാൻ നമുക്ക് ഇവിടെ എന്താ പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. എങ്ങനെ? ഈ പ്ലാസ്റ്റോക്വിനോൺ എന്തും കൂടിയാണ്, പ്രോട്ടോൺ പമ്പും കൂടിയാണ്. ഈ പ്രോട്ടോൺ പമ്പും കൂടിയാകുമ്പോൾ എന്താ പറ്റാ, പുറത്തുള്ള H+ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവന്ന് അതായത് സ്ട്രോമയിലുള്ള H+ ഫുൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഇതിന്റെ ലൂമനിലേക്ക് കൊണ്ടുവരും. ലൂമനിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ഗ്രേഡിയന്റ് കൂട്ടും. അപ്പൊ പ്ലാസ്റ്റോക്വിനോന്റെ ഒരു കാര്യം നോക്കി. ആൻഡ് അടുത്ത എന്താ, അതെ, അടുത്ത പോയിന്റ് പറയുന്നില്ല, PS2 പറ്റിയാണ്. നമ്മൾ ഓൾറെഡി PS2 പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അവർക്ക് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിന്റെ വേറൊരു പേരാണ് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്. അപ്പൊ എന്താ ചെയ്യാ, ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സിന്റെ മോട്ടീവ് എന്താന്ന് വെച്ചാല് അത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെയാക്കും, 4 ഇലക്ട്രോൺ, 4 H+ ആൻഡ് ഒരു ഓക്സിജൻ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, ഒരു ഓക്സിജന്റെ റിലീസ് നടന്നു. ആൻഡ് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ലൂമിന്റെ ഉള്ളില് എഗെയിൻ H+ന്റെ കോൺസെൻട്രേഷൻ കൂടാണ്. ഈ H+ന്റെ കോൺസെൻട്രേഷൻ കൂടാണ്ട് പ്ലാസ്റ്റോക്വിനോൺ ഇലക്ട്രോൺ കാരിയറിന്റെ കൂടെ തന്നെ പ്രോട്ടോൺ പമ്പ് കൂടി നടത്തി H+ കൊണ്ടിരുന്നുണ്ട് ഉള്ളിലേക്ക് സ്ട്രോമയിൽ നിന്ന്. ആൻഡ് നമുക്ക് അതിന്റെ കൂടെ തന്നെ NADP റിഡക്ടേസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് സ്ട്രോമയിൽ എന്തും കൂടി ഉണ്ടാവുന്നുണ്ട്, NADPH കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇത്രയും കാര്യങ്ങളാണ് നോൺ സൈക്ലിക് ETS ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നോൺ സൈക്ലിക് ETS എന്തൊക്കെ ഫോംഡ് ആയി, ഇത്രയും പ്രോസസ്സിന് നമുക്കറിയാം 3 ATP. അത് എങ്ങനെ ഉണ്ടായെന്നുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. അതിന്റെ പ്രോസസ്സ് ഫുൾ അറിഞ്ഞിരിക്കേണ്ട, എത്രയാണ് എന്തുകൊണ്ടാണെന്നുള്ള ജസ്റ്റ് ആ ഫോംഡ് പ്രോഡക്ട്സ് മാത്രം എണ്ണം കൂട്ടി പഠിച്ചു വെക്കാം. 4 ATP ഉണ്ടായി, അതേപോലെ തന്നെ 2 NADPH ഉണ്ടായി. നമ്മൾ കണ്ടു NADP റിഡക്ടേസിന്റെ സഹായത്തോടു കൂടി PS1 അതായത് സ്ട്രോമയിൽ ഉണ്ടായതാണ് 2 NADPH. ആൻഡ് 2 മോളിക്യൂൾ ഓഫ് വാട്ടർ ഉണ്ടായി. ആൻഡ് എത്ര ഓക്സിജൻ ഇവോൾവ് ആയി, ഒരു O2, ഒരു ഓക്സിജന്റെ ഇവല്യൂഷൻ നടന്നു. ആൻഡ് വേറെന്തും കൂടെ റിലീസായി, 4 H+ന്റെ റിലീസും കൂടി നടന്നു. ഇനി 4 H+ന്റെ റിലീസും കൂടി നടന്നു. അപ്പൊ ഇപ്പൊ സ്ട്രോമയിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ആയി ലൈറ്റ് റിയാക്ഷൻ എൻഡിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ATPയും NADPHും ഉണ്ടായി വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിന്റെ ഹോൾ റിസൾട്ടും നമ്മളിവിടെ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ, അപ്പോ ഞാൻ ഈ നോൺ സൈക്ലിക്കിനെ വേറൊരു പേരും കൂടി വിളിക്കാൻ എന്ത് വിളിക്കും, ഇതിന് നമുക്ക് വിളിക്കാവുന്നത് Z സ്കീം. ഈ Z സ്കീമെന്ന് ആദ്യമായിട്ട് വിളിച്ചതാരാ, റോബർട്ട് ഹിൽ. ഈ അപ്പ് ഹില്ലും ഡൗൺ ഹില്ലും ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോ നമുക്കൊരു, ഇനി ഇതിങ്ങനെ വേഗം നോക്കിയപ്പോ നമുക്കൊരു Z കാണാൻ പറ്റുന്നില്ലേ, അപ്പൊ നമ്മൾ അതിനെ Z സ്കീം എന്ന് വിളിച്ചു. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് Z സ്കീം. ഇതില് എല്ലാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനെയും പേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം ആദ്യം PS2 ഉണ്ട്. PS2 പതുക്കെ ഫിയോഫൈറ്റിനോട് പോവും, പിന്നെ പ്ലാസ്റ്റോക്വിനോൺ പോവും. പ്ലാസ്റ്റോക്വിനോൺ ഇലക്ട്രോണും പ്രോട്ടോൺ പമ്പും കൂടിയാണ്. അപ്പൊ ഒരു പ്രോട്ടോൺ പമ്പും കൂടി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അടുത്ത കാരിയേഴ്സിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്ത് PS1 PS1 FESന് കൊടുത്തു, FES FNRന് കൊടുത്തു, ലാസ്റ്റ് NADP+ ആക്സെപ്റ്റ് ചെയ്ത് 2 NADPHും 2 H+ ഉണ്ടായി. എവിടെ ഇതൊക്കെ നടക്കുന്നത്, എവിടെയാണ് ഇപ്പൊ NADPH ഉണ്ടായത്, സ്ട്രോമയിൽ NADPH ഉണ്ടായി. ആൻഡ് ഈ പ്രോസസ്സിന്റെ എൻഡിൽ H+ എവിടെയാ കൂടിയിട്ടുള്ളത്, ലൂമനില്. അപ്പൊ ലൂമനില് H+ കൂടി സ്ട്രോമയിൽ NADPHും ഉണ്ടായി. ആൻഡ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ നോൺ സൈക്ലിക്കിലെ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആരാ, ഇവിടെ എഴുതി വെച്ചാൽ NADP+ ആണ്. അങ്ങനെയാണ് NADPH ഫൈനലി ഫോംഡ് ആവുന്നത്. അപ്പോ ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സൈക്ലിക് ETS എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, അത് കുറച്ചും കൂടി ഈസിയർ ആണ്. അതെങ്ങനെയാ ഈസിയാന്ന് വെച്ചാല്, ആദ്യം സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ ആദ്യമുള്ളത് PS1 ആണ്. PS1 അല്ലെങ്കിൽ P700. ഈ P700 ഡയറക്ട്ലി
അപ്ഹിലായിട്ട് ആരെടുക്കും? സൈക്ലിക്കില് ആദ്യം എടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? പ്രൈമറി ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് FeS. ഈ FeS പതുക്കെ അടുത്ത ആളിലേക്ക് കൊടുക്കും. ആരാ? നമ്മുടെ പ്ലാസ്റ്റോക്വിനോൺ. അവിടുന്ന് സൈറ്റോക്രോം B6F, അവിടുന്ന് പ്ലാസ്റ്റോസയാനിൻ അല്ലെങ്കിൽ PC. ആൻഡ് ഇതിന്ന് എഗെയിൻ തിരിച്ച് PS1 തന്നെ പോവാണ്. നോൺ സൈക്ലിക്കില് പേര് പോലെ തന്നെ സൈക്കിൾ അല്ല. അപ്പൊ PS2 നിന്ന് പിന്നെ PS1 പോയത്. കാരണം എന്താ? PS2 വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്നു. അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി കൊടുത്ത് അടുത്ത ആള് പോയത് PS1 ആയിരുന്നു. പക്ഷെ ഇവിടെ PS1 പോയി PS1 തന്നെ തിരിച്ചു വരികയാണ്. ലൈറ്റും കൂടി എഴുതിക്കോട്ടെ ഇവിടെ. ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ട് FeSലേക്കും ബാക്കിയുള്ള മോളിക്യൂൾസിലും കാരിയേഴ്സിലേക്കും കൊടുക്കുന്നത്. ഇനി ഇതിന്റെ എൻഡിൽ എന്ത് സംഭവിച്ചു? ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോ ADP ഫോസ്ഫോർ റിലേറ്റ് ചെയ്ത് ATP കൂടി ഉണ്ടായി. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് നോക്കാൻ പോണേ സൈക്ലിക്കും നോൺ സൈക്ലിക്കും. ഇനി സൈക്ലിക്, നോൺ സൈക്ലിക്. സൈക്ലിക്കും നോൺ സൈക്ലിക്കും എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിൽ ആദ്യം സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് ഏതാ നമുക്കറിയാം. PS1 ഓൺലി. PS1 മാത്രമേ ഉള്ളൂ, PS1 മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. പക്ഷെ നോൺ സൈക്ലിക് എങ്ങനെയാ? PS1 ആൻഡ് PS2 ആർ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻവോൾവ്, നമുക്ക് പറയാൻ പറ്റും. ഇനി സൈറ്റ് എങ്ങനെയാ? സ്ട്രോമ തൈലക്കോയിഡ്. പക്ഷെ നോൺ സൈക്ലിക് എങ്ങനെയാ? ഗ്രാനാ തൈലക്കോയിഡ് ആണ്. ഇനി എന്തിന്റെ സിന്തസിസ് ഉണ്ടാവും നമുക്കറിയാം. സൈക്ലിക്കിന്റെ എൻഡിൽ നമ്മൾ ആകെ ATP മാത്രമേ സിന്തസിസ് ആയിട്ട് കണ്ടുള്ളൂ. പക്ഷെ നോൺ സൈക്ലിക്കിൽ നമുക്കറിയാം ATP പ്ലസ് NADPH രണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇനി ഇലക്ട്രോൺ റിക്വയർമെന്റിന്റെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. ഇതിന് ഡസ് നോട്ട് റിക്വയർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ സൈക്ലിക്കിന് ആവശ്യമില്ല. പക്ഷെ നോൺ സൈക്ലിക് എങ്ങനെയാ? റിക്വയർസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇലക്ട്രോൺ. ഇനി ഇത് എപ്പോഴൊക്കെയാ നടക്കുന്നത് അതൊരു പോയിന്റ് പറയാനാണെങ്കിൽ, ഇത് അനേറോബിക് കണ്ടീഷൻ, കാർബൺ ഡയോക്സൈഡിന്റെ പുവർ അവൈലബിലിറ്റി ആൻഡ് ലോ ലൈറ്റിന്റെ സമയത്ത് സൈക്ലിക് നടക്കും. ഇനി നോൺ സൈക്ലിക് എങ്ങനെയാ? എയറോബിക് കണ്ടീഷൻ, നല്ലോണം CO2 അവൈലബിൾ ആണ്. ആൻഡ് അതേപോലെ തന്നെ ഹൈ ലൈറ്റ്. ഈ ടേബിള് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബോക്സിലിട്ട് വെക്കാം, നോട്ട്സിൽ ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏതൊക്കെയാ ഇൻവോൾവ്, ഏതൊക്കെ ഫോട്ടോസിസ്റ്റംസ് ഇൻവോൾവ്മെന്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് സൈറ്റ് ഏതാ, സിന്തസിസ് എന്തിന്റെയൊക്കെ, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് വേണോ വേണ്ടയോ, ആൻഡ് ഏതൊക്കെ കണ്ടീഷനിലാണ്. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ തന്നു, അനേറോബിക് ആണ്, എൻവയൺമെന്റ് അനേറോബിക് ആണ്, CO2 പുവർ അവൈലബിലിറ്റി ഉള്ളൂ, ലോ ലൈറ്റ് ഇന്റൻസിറ്റി ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഇത് ഏതാണ് എന്ന് ചോദിച്ചാൽ സൈക്ലിക് ആണോ നോൺ സൈക്ലിക് ആണോ അല്ലെങ്കിൽ ബോത്ത് നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഇത്തരം കണ്ടീഷൻസിൽ നടക്കുന്നത് ഏതാ? സൈക്ലിക് ആണ്. അടുത്ത എന്താന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ ക്വസ്റ്റ്യൻ? ഇങ്ങനെയായിരുന്നു. ആദ്യം ഒരു പ്ലാന്റിനെ നമ്മൾ ലൈറ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു, ലൈറ്റ് ഉള്ള ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയൺമെന്റിൽ കൊണ്ടുവച്ചു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇനി ആ പ്ലാന്റിൽ എന്തൊക്കെ ഡിഫറൻസ് വരും അല്ലെങ്കിൽ എന്തൊക്കെയാ സിന്തസൈസ്ഡ്? അപ്പൊ 4 ഓപ്ഷൻ. അതിലെന്താ പറ്റാന്ന് വെച്ചാല് ലൈറ്റ് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും ആൻഡ് ഡാർക്ക് റിയാക്ഷനും കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ലൈറ്റ് റിയാക്ഷൻ നിൽക്കും, ഡാർക്ക് റിയാക്ഷൻ മാത്രം നടക്കും. തേർഡ് ഓപ്ഷൻ ലൈറ്റ് റിയാക്ഷൻ നടക്കില്ല, ഡാർക്ക് മാത്രം നടക്കും. ഇനി ഫോർത്ത് ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തന്നു വിചാരിച്ചോ. ഇനി അതിന്റെ ആൻസർ എന്താ? നമ്മളൊരു പ്ലാന്റിനെ ലൈറ്റിൽ വെച്ചിരുന്നു, ഇനി ഡാർക്കിലേക്ക് കൊണ്ടുപോവാണ്. ഡാർക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ലൈറ്റ് റിയാക്ഷനിൽ നടന്ന ഓൾറെഡി കുറച്ച് സിന്തസൈസ്ഡ് ആയിട്ടുള്ള ATPയും NADPH ഒക്കെ ഉണ്ടാവും. അതാണ് അസിമിലേറ്ററി പവർ ഫോർ ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ഈ ATPയും NADPHും ഓൾറെഡി കുറച്ച് ഉണ്ടായിട്ടുണ്ടാവും നേരത്തെ ലൈറ്റിൽ വെച്ചോണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് പറ്റാം, അതിൽ ATP NADPH കുറച്ച് ഓൾറെഡി സിന്തസൈസ്ഡ് ആയതുകൊണ്ട് ഡാർക്കിൽ കൊണ്ടുവച്ചാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കും. കാരണം എന്താ, ഈ ഓൾറെഡി ATP NADPH ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഡാർക്ക് റിയാക്ഷനിൽ കണ്ടിന്യൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നില്ല,
പോരാത്തിന് ഓൾറെഡി സിന്തസൈസ് ചെയ്ത സാധനം എക്സോസ്റ്റഡ് ആയി പോയി. അപ്പൊ നമുക്ക് അങ്ങനെ പതുക്കെ ഫോട്ടോസിന്തസിസ് നിൽക്കും, അല്ലെങ്കിൽ രണ്ട് റിയാക്ഷൻസും നിൽക്കും. അപ്പൊ ഇങ്ങനെ ഡാർക്ക് റൂമിലേക്ക് പോയപ്പോ കുറച്ചു നേരം റിയാക്ഷൻസ് ഒക്കെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസിമുലേറ്ററി പവർ എല്ലാം എക്സോസ്റ്റഡ് ആയി വന്നപ്പോൾ രണ്ട് റിയാക്ഷനിൽ നിന്ന് എല്ലാം സ്റ്റോപ്പേജ് നടന്നു. അപ്പൊ അതാണ് അതിന്റെ ആൻസർ, ഫൈറ്റ് എന്ന് പറയണം. ആൻഡ് ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ വിച്ച് ഇസ് ഓൾസോ എ പ്രോട്ടോൺ കാരിയർ ചോദിച്ചാൽ ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോൺ. ഇനി പ്രൈമറി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഫോർ PS1 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? FES. FES ആണ് പ്രൈമറി അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഫോർ PS1. ഇനി നമ്മൾ നേരത്തെ കണ്ട FNR ഞാൻ എന്താന്ന് പറയാൻ മറന്നുപോയി. FNR എന്താന്ന് വെച്ചാൽ ഫെറിഡോക്സിൻ NADP റിഡക്ടേസ് കോംപ്ലക്സ് ആണ്. FNR ആരെടുക്കും? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ടുള്ള NADP+ലേക്ക് 4 ഇലക്ട്രോൺ കൊടുത്ത് എങ്ങനെ NADP വെച്ചാൽ അല്ലെങ്കിൽ അസിമുലേറ്ററി പവർ ഉണ്ടാക്കും. അപ്പൊ ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് NCERT വായിച്ചു നോക്കാം. ഇനി വായിക്കുമ്പോൾ നമുക്കെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഫോട്ടോസിസ്റ്റം 2 റിയാക്ഷൻ സെന്റർ എങ്ങനെ, റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിൽ A മാക്സിമം അബ്സോർബ് ചെയ്യുന്ന 680 നാനോമീറ്റർ ആണ്. ആൻഡ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി എന്നിട്ട് ദൂരേക്കുള്ള ഒരു ഓർബിറ്റിലേക്ക് പോവാണ്. ന്യൂക്ലിയസിന്റെയും ദൂരേക്കുള്ള ഒരു ഓർബിറ്റിലേക്ക് ചാടി പോവാണ്. ആൻഡ് ഈ ഇലക്ട്രോൺസ് ആര് അക്സെപ്റ്റ് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ സീക്വൻസിൽ നിൽക്കുന്നത്. അവർ ആ സീക്വൻസിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ഇത് പതുക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കും ഒരു കാരിയറിന് മറ്റൊരു കാരിയറിലേക്ക്. ആൻഡ് കുറച്ച് മൂവ്മെന്റ് അപ് ഹിൽ, കുറച്ച് മൂവ്മെന്റ് ഡൗൺ ഹില്ല്. അത് ഏതൊക്കെ? നമുക്ക് Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ആ സ്കീം എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമുക്കറിയാം എവിടെയാണ് നടക്കുന്നത്? ഓൾറെഡി PS2 ഇതിന്റെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കും. എന്തിനാണ് ഈ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നത്? ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ എന്താ പറയാ, ഈ ലൈറ്റ് നമുക്ക് ഫോട്ടോസിന്തസിസ് എപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ് ആണ്. എല്ലാ റോ മെറ്റീരിയൽസിന്റെയും അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കും. പക്ഷെ എത്രയെന്നും വെച്ച് ഈ 4 ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ആവുന്നു, എത്രയെന്നും വെച്ച് നമുക്ക് ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലും ഒരിക്കലും ഈ ഇലക്ട്രോൺസ് എല്ലാം എക്സോസ്റ്റഡ് ആയി അല്ലെങ്കിൽ തീർന്നു പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ തീർന്നു പോകുമ്പോൾ അവിടെ എന്തിന്റെ എൻഡ് നടക്കും? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ എൻഡ് നടക്കും. അങ്ങനെ അപ്പൊ ഒരിക്കലും നടക്കരുത്. അപ്പൊ എപ്പോഴും നമുക്ക് ഇലക്ട്രോൺ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എത്രമാത്രം അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടോ അത്രമാത്രം ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എല്ലാ പ്ലാന്റിന്റെയും ആവശ്യമാണ്. അപ്പോ ഈ PS2 എങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി ആ പ്രോസസ് അവിടെയാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന മെക്കാനിസത്തിന് ആവശ്യകത. ഇനി നമുക്കറിയാം ഇലക്ട്രോൺ ദാറ്റ് വെർ മൂവ്ഡ് ഫ്രം ഫോട്ടോസിസ്റ്റം ടു മസ്റ്റ് ബി റീപ്ലേസ്ഡ്. അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പുതിയത് ഉണ്ടായി വരാനുള്ള സഹായിക്കുന്ന പ്രോസസ്സാണ് വാട്ടർ സ്പ്ലിറ്റിംഗ്. അതെങ്ങനെയാ? വാട്ടർ സ്പ്ലിറ്റിംഗിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കും. വാട്ടർ ഇസ് സ്പ്ലിറ്റ് ഇൻ ടു 2H+ nascent oxygen and electrons. അപ്പൊ എന്തൊക്കെയുണ്ട് ഈ ഫോർമുല അതേപോലെ ബൈ ഹാർട്ട് ചെയ്യുക. 2H2O ബാലൻസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ എഴുതുക. H+ ഉണ്ടാവുന്നുണ്ട്, ഒരു ഓക്സിജൻ റിലീസ്ഡ് ആവുന്നുണ്ട്, 4 ഇലക്ട്രോൺസ് വന്നു. ഈ 4 ഇലക്ട്രോൺസ് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് ജമ്പ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, then where are the protons and oxygen formed likely to be released in the lumen or on the outer side of membrane? അത് നമ്മൾ ആൻസർ ഓൾറെഡി കണ്ടാണ്. എവിടെ? ലൂമനിലാണ്. അതിന്റെ ആൻസർ എന്താ? ലൂമൻ. നമുക്ക് ഇവിടെ ഓൾറെഡി കണ്ടാണ്. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഇത്രയും കാര്യം നടക്കുന്നത് ലൂമനിലാണ്. നമുക്ക് ഓൾറെഡി അറിയാം H+ കൂടി വരുന്ന എവിടെയാ? ലൂമനിൽ തന്നെ ഉണ്ട്. ലൈക്ലി ടു ബി റിലീസ്ഡ് എങ്ങോട്ട്? ലൂമനിലേക്ക്. ഇനി സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ കാണാൻ പോവാണ്. ഇതില് ലിവിങ് ഓർഗാനിസംസ് ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് എക്സ്ട്രാക്ടിങ് എനർജി. ഇതാണ് ദ ഹോൾ പ്രോസസ് മീൻ ചെയ്യുന്നത്. ആൻഡ് സ്പെഷ്യൽ സബ്സ്റ്റൻസ് ലൈക്ക് ATP ക്യാരി ദിസ് എനർജി ഇൻ ദർ കെമിക്കൽ ബോണ്ട്സ്. കാരണം ATP നമുക്ക് ഏതൊരു പ്രോസസ്സിനും ബേസിക് ഏതൊരു ലിവിങ് പ്ലാന്റിനും ATP എപ്പോഴും ലിവിങ് പ്ലാന്റ് നല്ല ലിവിങ് ഓർഗാനിസത്തിനും ATPയുടെ ആവശ്യകത ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദ പ്രോസസ് ത്രൂ വിച്ച് ATP സിന്തസൈസ്ഡ് ബൈ സെൽസ് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റിനെയാണ് നമ്മൾ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫോസ്ഫോറിലേഷൻ എന്താ? അതായത് നമ്മൾ ATPയുടെ സിന്തസിസ് നടക്കുന്നതാണ് ഫോസ്ഫോറിലേഷൻ. ഇത് ഏതൊക്കെ സെൽസിലാണ് നടക്കുക? മൈറ്റോകോൺട്രിയൻ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഏത് സെൽസിലും നടക്കും. ഇനി
Photophosphorylation എന്താ? Synthesis of ATP from ATP and inorganic phosphate in the presence of light. അവിടെയാണ് നമ്മൾ ഫോട്ടോ എന്ന് വെച്ചാൽ എന്താ? ഫോട്ടോൺസ്, ലൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രസൻസ് ഓഫ് ലൈറ്റിൽ നടക്കുമ്പോൾ തന്നെ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും. ആൻഡ് വെൻ ദ ടു ഫോട്ടോ സിസ്റ്റംസ് വർക്ക് ഇൻ എ സീരീസ്, ഫസ്റ്റ് PS2 and then PS1, a process called non-cyclic photophosphorylation occurs. നമ്മൾ ഓൾറെഡി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതിലിങ്ങനെ PS2 ഉണ്ട് ആൻഡ് PS1 ഈ ഇലക്ട്രോൺസ് പിന്നെ പോകുന്നത്, അല്ലാണ്ട് തിരിച്ച് PS2 വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ അല്ല, അതുകൊണ്ട് നോൺ സൈക്ലിക് എന്ന് വിളിച്ചത്. ആൻഡ് ദ ടു ഫോട്ടോ സിസ്റ്റംസ് ആർ കണക്റ്റഡ് through an electron transport system as seen earlier in the Z scheme. നമുക്കറിയാം നോൺ സൈക്ലിക്കിനെ നമ്മൾ Z scheme എന്ന് വിളിച്ചു. ആൻഡ് എന്തിന്റെ ഒക്കെ സിന്തസിസ് ഉണ്ടായത്? ബോത്ത് ATP ആൻഡ് NADP H+H+ സിന്തസിസ് നടന്നു. ഇനി ചില കേസിൽ PS1 മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. അതിന്റെ ഏതാ എയറോബിക് കണ്ടീഷൻ ആണ് ആൻഡ് ഹൈ ലൈറ്റ് അല്ലെങ്കിൽ ഹൈ CO2 അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ PS1 മാത്രമേ ഫങ്ഷണൽ ആവുള്ളൂ. ആൻഡ് അപ്പൊ അതെങ്ങനെയാ? അത് സൈക്ലിക് ഫോസ്ഫോറിലേഷനിലേക്ക് പോകും. സൈക്ലിക് ഫ്ലോ അതും നമ്മൾ കണ്ടതാണ് ഓൾറെഡി. എങ്ങനെ? ഇതിന്റെ ലൊക്കേഷൻ എവിടെയാ? സ്ട്രോമ ലാമെല്ലെ. ഈ അടുത്ത ലൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ചാൽ while the membrane or lamellae of grana have both PS1 and PS2, the stroma lamellae membranes lack PS2 as well as the NADP reductase enzyme. ഈ സെന്റൻസ് എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു, എന്തൊക്കെ പ്രസന്റ് ആണ്, എവിടെയൊക്കെയാണ്? മെംബ്രെയിനിലാണോ, എവിടെ, പിന്നെ അല്ലാണ്ട് സ്ട്രോമ ലെമലിലാണോ, ഗ്രാന മെംബ്രെയിനിലാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ സെന്റൻസ് ഒരു 10 പ്രാവശ്യം മനസ്സിലാക്കി പഠിച്ച് എഴുതി വെക്കുക, കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റാർ ഇട്ട് വെക്കാം. ആൻഡ് the excited electron does not pass on to NADP+, but is cycled back to PS1 complex through the electron transport chain. എങ്ങനെ? ഈ എക്സൈറ്റഡ് ഇലക്ട്രോൺ ഡസ് നോട്ട് പാസ് ഓൺ ടു NADP+ പോകുന്നത്, നമ്മൾ നോൺ സൈക്ലിക്കിൽ കണ്ടതുപോലെ. പക്ഷെ PS1 ഇറങ്ങിപ്പോയ ഇലക്ട്രോൺ PS1 തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അവിടെ വാട്ടർ സ്പ്ലിറ്റിങ്ങിന്റെ ആവശ്യമില്ലല്ലോ, കാരണം പോയടത്തേക്ക് തന്നെ തിരിച്ചു വരാണെങ്കിൽ റീപ്ലനിഷബിൾ ആണ്. എപ്പോഴും അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിക്കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. ഇത് റെസ്പിറേഷനിൽ നമ്മൾ പഠിച്ചാണ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്ന ആളുടെ പേരെന്താ? പീറ്റർ മിച്ചൽ ആണ് ഇത് കൊണ്ടുവന്നത്. ആൻഡ് ഇതെന്തിനാ നടക്കുന്നത്? കാരണം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം സൈക്ലിക്കും നോൺ സൈക്ലിക്കും നടക്കും. നമുക്കറിയാം പ്ലാസ്റ്റോക്വിനോൺ ബോത്ത് ഒരു മൊബൈൽ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ കാരിയർ ആയിരുന്നു. അപ്പൊ അത് H+ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ വേണ്ടി H+ ഉള്ളിലേക്ക് തള്ളി വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്താ പറ്റുക? ഈ H+ ഗ്രേഡിയന്റ് സെറ്റ് ആവും. ഗ്രേഡിയന്റ് സെറ്റ് ആവുന്ന വെച്ചാൽ H+ ഉള്ളില് ലൂമനിൽ കൂടുതലും കാരണം സ്ട്രോമേന്നാണ് PQ അല്ലെങ്കിൽ പ്ലാസ്റ്റോക്വിനോൺ H+ എടുത്ത് ഉള്ളിലെ ലൂമനിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പൊ പതുക്കെ സ്ട്രോമയിൽ കുറഞ്ഞ് ലൂമനിൽ കൂടിക്കൂടി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു H+ ഗ്രേഡിയന്റ് സെറ്റ് ആവും. H+ ഗ്രേഡിയന്റ് സെറ്റ് ആകുമ്പോൾ എന്താ ചെയ്യാ? അത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് കെമിയോസ്മോസിസ്. ഈ ബ്രേക്ക് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ എന്താന്ന് വെച്ചാലും എന്ത് റിലീസ് ആവും? റിലീസ് ഓഫ് എനർജി. എങ്ങനെ? ഏതിന്റെ ഫോമില്? പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ എനർജി കുറച്ച് റിലീസ് ആവും ഈ H+ ഗ്രേഡിയന്റ് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ ATPന്റെ കെമിക്കൽ ബോൺസിലായിട്ട് എങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ATPന്റെ ബോൺസ് തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പറയുന്നത് ആദ്യം നമ്മളൊരു H+ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നു. H+ ഗ്രേഡിയന്റ് ഇസ് സെറ്റ് ഡ്യൂറിങ് ഡ്യൂറിങ് ETS നമുക്കറിയാം. ഇനി ഈ ഗ്രേഡിയന്റ്, ഈ H+ ഗ്രേഡിയന്റ് ബ്രോക്കൺ ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുമ്പോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എനർജി റിലീസ് ആവും. റിലീസ് ഓഫ് എനർജി എങ്ങനെ? ഏതിന്റെ ഫോമില്? ഇൻ ദ ഫോം ഓഫ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്. ഇനി ഈ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് സിന്തസിസ് ഓഫ് ATP ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ATP സിന്തസൈസ് ചെയ്യും. നമുക്ക് കുറച്ച് റീസൺസ് അറിയണം. എന്തിന്? ഈ റീസൺസ് അറിയണമെങ്കിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം.
അപ്പോ എന്തൊക്കെ റീസൺ കാരണമാണ് ഇങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ലൂമന്റെ ഉള്ളിൽ കൂടുതലും സ്ട്രോമയുടെ ഉള്ളിൽ കുറവും ഉണ്ടാവുന്നത്? അതിൽ ആദ്യത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമുക്കറിയാം H+. ഇന്നർ സൈഡ് ഓഫ് മെംബ്രെയിൻ അല്ലേ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നത്. അപ്പൊ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയൺസ് എന്തായാലും റിലീസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ ലൂമനിൽ അക്യുമുലേറ്റഡ് ആവാണ് കുറച്ച് H+. ഇനി അടുത്ത പോയിന്റ് എന്താ, ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റത്തിൽ കൂടെ ഇങ്ങനെ ചാടി ചാടി കളിക്കുമ്പോ എങ്ങനെ, നമുക്കറിയാം ഒരു പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, മൊബൈൽ ഇലക്ട്രോൺ പ്ലസ് പ്രോട്ടോൺ കാരിയർ. അതും എങ്ങനെ റിമൂവ്സ് എ പ്രോട്ടോൺ ഫ്രം ദി സ്ട്രോമ വൈൽ ട്രാൻസ്പോർട്ടിങ് ആൻ ഇലക്ട്രോൺ. അതിന് ഇലക്ട്രോൺ ഒറ്റക്ക് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതൊരു മൊബൈൽ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ക്യാരി ചെയ്യണം, രണ്ടും വേണം. അപ്പൊ ഈ രണ്ടാമത്തെ പ്രോട്ടോൺ എവിടെ നിന്ന് കിട്ടും? സ്ട്രോമേന്ന് മോഷ്ടിച്ച് എങ്ങോട്ട് കൊടുക്കും? ലൂമനിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള ഇലക്ട്രോണും കൂടി ട്രാൻസ്പോർട്ടഡ് ആവും. അപ്പൊ അത് രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ NADP റിഡക്ടേസ് എൻസൈം, എവിടെ സ്ട്രോമ സൈഡ് ഓഫ് മെംബ്രെയിനിൽ കാണുന്ന NADP റിഡക്ടേസ് എൻസൈം. എങ്ങനെ NADP റിഡക്ടേസ് എൻസൈം NADP+നെ ഇലക്ട്രോൺസുമായിട്ട് യോജിച്ച് NADPH എന്തും കൂടി ഉണ്ടാക്കുന്നു? H+ കൂടി ഉണ്ടാക്കുന്നു. അപ്പോ ആ ഉണ്ടാക്കുന്ന H+ ഒക്കെ എങ്ങോട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ലൂമനിലേക്കാണ്. ഇതും റിമൂവ്ഡ് ഫ്രം സ്ട്രോമ. ഈ 3 റീസൺസ് കൊണ്ടാണ്, ഈ 3 റീസൺസ് ഒരുപാട് മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതാണ്. ഏതൊക്കെയാ റീസൺസ്? ഒന്നാമത്തെ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്, രണ്ടാമത്തെ പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ പ്ലസ് പ്രോട്ടോൺ പമ്പ്, അത് മൂന്നാമത്തെ NADP റിഡക്ടേസ്. NADP റിഡക്ടേസ് എവിടുന്ന് എടുക്കും? പ്രോട്ടോൺ സ്ട്രോമയിൽ നിന്ന് എടുത്താണ് എങ്ങോട്ട് കൊടുക്കുന്നത്? ലൂമനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ. ഇനി hence within the chloroplast protons in the stroma decrease in number while in lumen there is accumulation. ഇപ്പൊ ഫൈനലി എന്താ, ലൂമനിൽ അക്യുമുലേഷൻ ഓഫ് പ്രോട്ടോൺസ് നടന്നു. ഇത് എന്തുണ്ടാക്കും? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കും. ആൻഡ് H+ കൂടുമ്പോൾ അവിടുത്തെ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? pH കുറയും, ലൂമനിലെ pH കുറയും. ആൻഡ് എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാ, ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഈ സെറ്റ് ആയിരിക്കുന്ന ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് എങ്ങനെ ATP സിന്തസിസ് നടക്കുന്നത്. The gradient is broken down due to movement of protons across the membrane to the stroma through the അടുത്ത important point transmembrane of CF0 of ATP synthase. ATP synthase എന്താ? ഒരു എൻസൈമാണ്. അതിന് 2 പാർട്ടുണ്ട്. അതായത് ജസ്റ്റ് വരക്കാണെങ്കിൽ ഇത് തൈലക്കോയിഡ്, ഇതിൻ്റെ ഉള്ളിൽ ലൂമൻ, ഇതിന്റെ പുറത്ത് സ്ട്രോമ. ഇവിടെ സ്ട്രോമയിൽ ഇപ്പൊ എന്തായിരിക്കുന്നത്? H+ കുറവാണ്. ഈ ലൂമനിലോ H+ മോർ, അതായത് H+ കൂടുതലാണ്. ഇനി ATP സിന്തേസ് നമ്മൾ വരക്കാണെങ്കിൽ നമുക്കിത് എങ്ങനെ വരക്കാം? ഈ കുഞ്ഞ് ഇന്റഗ്രൽ, ഈ മെംബ്രെയിനിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പാർട്ടിൽ നമുക്ക് CF0 എന്ന് വിളിക്കാം. ആൻഡ് ഈ പുറത്ത് കാണുന്നതിന് CF1 എന്നും വിളിച്ചാല് ഈ ATP സിന്തേസിൽ നടക്കുന്ന പ്രോസസ് എന്താ? ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്തുണ്ടാക്കും? ATP ഉണ്ടാക്കും. ATP ഉണ്ടാവുന്നത് എവിടെയാ? പുറത്ത്, സ്ട്രോമയില്. എങ്ങനെ ഇത് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താ? ഇവിടുന്ന് H+ ലൂമനിൽ ഓൾറെഡി അക്യുമുലേറ്റഡ് ആയിരുന്നു. കാരണം ഇവിടുന്ന് മോറായിരുന്നു. ഈ കൂടിയ സ്ഥലത്തുനിന്ന് കുറവുള്ള സ്ഥലത്തേക്ക്, അതായത് സ്ട്രോമയിലേക്ക് H+ പോയപ്പോ കുറച്ച് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് റിലീസായി. ഈ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും? പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റിന് അങ്ങനെ, അതായത് ADPനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ATP ഉണ്ടാക്കി നമുക്ക് ഫൈനലി സ്ട്രോമേന്ന് ATP സിന്തസിസ് നടക്കുന്നു. അപ്പോ കെമി ഓസ്മോസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് ആദ്യം എന്ത് പറയണം? ആദ്യം ഇത് നടക്കണമെങ്കിൽ ഒരു മെംബ്രെയിൻ വേണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇമ്പോർട്ടന്റ് മാത്രം ഞാൻ ആക്ച്വലി NCERT വായിച്ചു പോകുന്നുള്ളൂ. അപ്പോ കെമി ഓസ്മോസിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാ? ആദ്യം ഒരു മെംബ്രെയിൻ വേണം ഈ ഹോൾ തിങ് നടക്കാൻ. അത് കഴിഞ്ഞൊരു പ്രോട്ടോൺ പമ്പ് വേണം. പ്രോട്ടോൺ പമ്പ് ഉണ്ടെങ്കിൽ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഗ്രേഡിയന്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് അത് ഓൾറെഡി സെറ്റ് ആയിരിക്കണം. ആൻഡ് എല്ലാം കഴിഞ്ഞ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഏത് ട്രാൻസ് മെംബ്രെയിൻ ചാനലിൽ കൂടിയാണ് പോകുന്നത്? ATP സിന്തേസിന്റെ സഹായത്തോടുകൂടിയാണ് പോകുന്നത്. അപ്പൊ 4 സാധനങ്ങളായി. എന്തൊക്കെ? ഒരു H+ ഗ്രേഡിയന്റ് ഉണ്ടായി, അതിനെ പമ്പ് ചെയ്യാൻ H+ പമ്പ് ഉണ്ടായി, ആൻഡ് ATP സിന്തേസ് ആക്ടിവിറ്റി വേണം, ആൻഡ് ഫൈനലി മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ് ഉണ്ടായി.
അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് എന്തുണ്ടായി? കെമി ഓസ്മോസിസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് വേർ ആർ ദ ATP ആൻഡ് NADPH യൂസ്ഡ്. നമുക്കറിയാം ഓൾറെഡി ലൈറ്റ് റിയാക്ഷൻ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പതുക്കെ ഡാർക്ക് റിയാക്ഷനിലേക്ക് നടക്കാണ്. ഡാർക്ക് റിയാക്ഷൻ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഡാർക്ക് റിയാക്ഷൻ എന്തൊരു ബയോസിന്തറ്റിക് ഫേസ് ആണ്. കാരണം ഓൾറെഡി അസിമിലേറ്ററി പവേഴ്സ് റെഡിയാക്കി ലൈറ്റ് റിയാക്ഷൻ വെച്ചു, എന്നിട്ട് ലൈറ്റ് റിയാക്ഷൻ വന്നു, എന്റെ ജോലി ഇവിടെ അവസാനിക്കാൻ, ഇനി ഡാർക്ക് റിയാക്ഷൻ പണിയെടുത്തോളും. ലൈറ്റിന് നെസസിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഡാർക്ക് റിയാക്ഷൻ പണിയെടുക്കും അറിയാം. അങ്ങനെ ATP NADPH പിന്നെ ഒരു ഓക്സിജൻ റിലീസും വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെ നടന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. എന്തൊക്കെ? ATP NADPH ആൻഡ് ഓക്സിജൻ. ഈ ഓക്സിജൻ എന്ത് പറ്റും? ക്ലോറോപ്ലാസ്റ്റിന്റെ പുറത്തേക്ക് ഡിഫ്യൂസ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ബ്രീതിങ് പ്ലാന്റ്സിൽ നമ്മൾ എങ്ങനെയാ ആക്ച്വലി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ആക്ച്വലി ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞ് ഉണ്ടാവുന്ന ഓക്സിജൻ ആണ് ഡിഫ്യൂസ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ATP NADPH നമ്മൾ എന്തിനു ഉപയോഗിക്കും? സിന്തസിസ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഷുഗറിന് വേണ്ടി ഉപയോഗിക്കും. അതിനെ നമ്മൾ ബയോസിന്തറ്റിക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചു. ആൻഡ് നമുക്കറിയാം ഈ ബയോസിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി ലൈറ്റ് ഡിപ്പെൻഡന്റ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ, ദാറ്റ് ഇസ് ATP ആൻഡ് NADPH. അതിന് കൂടാണ്ട് കുറച്ച് രണ്ട് സാധനങ്ങൾ വേണം. എന്തൊക്കെ? CO2 വാട്ടറും. ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്. ഇത് കാണാൻ പോകുന്നതിന്റെ മെയിൻ സൈക്കിള്, അതായത് നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് കടക്കാണ് ചാപ്റ്ററിന്റെ കോർ, ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷനിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് C3 സൈക്കിൾ. ഈ സൈക്കിളിന് എന്തുകൊണ്ടാണ് C3 സൈക്കിൾ? നമുക്കറിയാം എല്ലാ പ്രോസസ്സിനെയും സൈക്കിൾ നെയിം ചെയ്യുന്ന എങ്ങനെയാ? അതിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് വെച്ചാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിൾ എന്തുകൊണ്ടാണ് വിളിച്ചത്? ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആയിരുന്നു. അപ്പോ അതേപോലെ ഈ സൈക്കിളിനും ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റിന് 3 കാർബണാണ് ഉള്ളത്. അപ്പൊ അതിന്റെ റിമെമ്പറൻസിനാണ് നമ്മൾ ഇതിനെ C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. C3 സൈക്കിളിന്റെ വേറൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. കാരണം എന്താ? ഇത് കൊണ്ടുവന്നത് മെൽവിൻ കാൽവിൻ. ഏതിലാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത്? യൂണിസെല്ലുലാർ ആൽഗെ. പേരെന്താ? ക്ലോറല്ല. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ക്ലോറല്ല. ഇനി എന്തിന്റെ സഹായം? ഈ ഡാർക്ക് റിയാക്ഷൻ അടുത്തത് സൈറ്റ് ഏതാ? സ്ട്രോമ. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയില്. ഇനി ഇതൊരു യൂണിവേഴ്സൽ സൈക്കിളാണ്. ഏത്? ഡാർക്ക് റിയാക്ഷൻ ഒരു യൂണിവേഴ്സൽ സൈക്കിളാണ്. കാരണം എല്ലാ പ്ലാന്റ്സിലും ഇതെന്തായാലും ബേസിക് നെസസിറ്റിയാണ് C3 സൈക്കിൾ അണ്ടർഗോ ചെയ്യാന്നുള്ളത്. ഇനി സ്ട്രോമയില് ഇത് എന്തുകൊണ്ടാണ് സ്ട്രോമയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, സ്ട്രോമയിൽ നമുക്കറിയാം ഒരു ബൈ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? റുബിസ്കോ എന്ന് വിളിച്ചു. അതായത് റുബിസ്കോ ബയോമോളിക്യൂൾസിൽ ഒരു പോയിന്റും കൂടി നമ്മളിവിടെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത്? മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഓഫ് ഹോൾ ബയോസ്ഫിയറില് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ, ഹോൾ ബയോസ്ഫിയർ എടുത്താൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ് റുബിസ്കോ. അതിനൊരു സർപ്രൈസ് ഇല്ല, കാരണം ഇതൊരു യൂണിവേഴ്സൽ സൈക്കിളാണ്. എല്ലായിടത്തും നടക്കണം, യൂണിവേഴ്സലി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സും അത്രയും കൂടുതൽ അബണ്ടന്റ് ആയിട്ടും ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ബയോസ്ഫിയർ റുബിസ്കോ. ഇനി റുബിസ്കോ എന്ന് പറയുന്നത് ഒരു ബൈ ഫങ്ഷണൽ എൻസൈം ആണ്. ബൈ ഫങ്ഷണൽ എന്ന് വെച്ചാൽ എന്താ? അത് 2 നിറങ്ങൾ കാണിക്കും. എന്താ അത്? കാരണം അതിന് കാർബോക്സിലേസ് ആക്ടിവിറ്റി ഉണ്ട്, ഓക്സിജനൈസ് ആക്ടിവിറ്റി ഉണ്ട്. അതെന്താ? കാരണം ഈ റുബിസ്കോയിൽ ഉണ്ടാകുന്ന RUBP, അതൊരു 5 കാർബൺ കമ്പൗണ്ട് ആണ് RUBP. ഈ RUBP എന്താ ചെയ്യാന്ന് വെച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ പോവും, ആൻഡ് ഓക്സിജൻ ഉണ്ടെങ്കിലോ ഓക്സിജന്റെ കൂടെ പോവും. അങ്ങനെ കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ, അതായത് RUBP കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ പോകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് C3 സൈക്കിൾ. ഇനി അതേപോലെ ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ, അതായത് ഓക്സിജന്റെ കൂടെ പോകുമ്പോൾ നമ്മൾ വിളിക്കും ഫോട്ടോ റെസ്പിറേഷൻ. ഈ പ്രോസസ്സും നമ്മൾ വഴിയെ കാണും. ഇപ്പൊ നമ്മൾ ആദ്യം C3 സൈക്കിൾ ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞ് ഫോട്ടോ റെസ്പിറേഷൻ ഡിസ്കസ് ചെയ്യും. ഇനി ഒരു കാൽവിൻ സൈക്കിളില് ഒരു CO2 നമ്മൾ
എടുക്കണം, ഉള്ളിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം എന്താ ഇതിന്റെ ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് സ്റ്റാർച്ച് എഴുതുന്ന എങ്ങനെ H6H12O6 എന്നല്ലേ. അപ്പൊ നമുക്കറിയാം ഇതിന് 6 കാർബൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർബൺ മാത്രം യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കിയാൽ ഒരു കാർബണല്ലേ ഉണ്ടാവുള്ളൂ ഇതിൽ ഫസ്റ്റ് പ്രോഡക്റ്റിനും. അപ്പൊ നമുക്ക് ഒരു C6H12O6 ഉണ്ടാക്കാൻ പറ്റില്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു ഷുഗർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 6 സൈക്കിൾസ് അണ്ടർഗോ ചെയ്യണം. 6 സൈക്കിൾസ് അല്ലെങ്കിൽ റൺസ് 6 സൈക്കിൾസ് അല്ലെങ്കിൽ റൺ 6 ടൈംസ് എന്നാലേ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവുള്ളൂ. ഒരു ഗ്ലൂക്കോസിന് 6 പ്രാവശ്യം കാൽവിൻ സൈക്കിൾ വേണം. ഇനി RUBP എന്താ? റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. അതിന്റെ ഫുൾ നെയിം RUBPന്റെ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്. ഇനി ഈ സൈക്കിൾ കുറച്ച് ലോങ് ആണ്, ഇത് നാളത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. ആൻഡ് ഇനി എന്തൊക്കെയാ പറയാനില്ലെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓൾറെഡി ഡാർക്ക് റിയാക്ഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം RUBP അല്ലെങ്കിൽ റുബിസ്കോ ഇങ്ങനെ ഹോൾ ബയോസ്ഫിയറിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ്. അതിന് കാർബോക്സിലേസും ഓക്സിജനൈസ് ആക്ടിവിറ്റി ഉണ്ട്. ചില കണ്ടീഷൻസിൽ ഇതിന് ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ നമ്മൾ അതിന്റെ ബേസിസിൽ അടുത്ത പ്രോസസ്സ് കാണും. ഇത് ഫുൾ കാൽവിൻ സൈക്കിൾ നാളെ ആദ്യം ഡിസ്കസ് ചെയ്യും. ആൻഡ് നമുക്ക് C4 പാത്വേയും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് അത് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ ഡിസ്കസ് ചെയ്യും. എങ്ങനെ? ഈ RUBP ഓക്സിജനൈസ് ആക്ടിവിറ്റി കാണിക്കുന്ന സമയത്ത് ഫോട്ടോ റെസ്പിറേഷനും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വലിയ ടേബിൾ ഓഫ് ഡിഫറൻസ് കാണും. ഏത്? C3 പ്ലാന്റ്സിന്റെയും C4 പ്ലാന്റ്സിന്റെയും മേജർ ഡിഫറൻസും ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസും കൂടെ കഴിഞ്ഞാൽ ദ ചാപ്റ്റർ ഇസ് ഓവർ. അത് നമ്മൾ എക്സസൈസും കൂടി ജസ്റ്റ് നോക്കിയാൽ സാധനം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇനി പഠിക്കാനില്ല? ഇപ്പൊ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ്ലി കണ്ടു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിലത്തെ കണ്ടു, കെമിയോ ഓസ്മോസിസ് കണ്ടു, ആൻഡ് അസിമുലേറ്റർ പവേഴ്സ് രണ്ടും ഉണ്ടാക്കി റെഡി ആയിട്ടിരിക്കുകയാണ് ATPയും NADPH കൊണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ബയോസിന്തറ്റിക് പാത്ത് അണ്ടർഗോ ചെയ്ത് C6H12O6 ഉണ്ടാക്കിയാൽ മതി. അതിന്റെ മെയിൻ പോയിന്റ്സ്, അതായത് C3 സൈക്കിൾ നമ്മൾ നാളെ കാണും. അത് കഴിഞ്ഞ് C4 സൈക്കിളും കാണും. ഇനി ഒരു സൈക്കിളും കൂടി ഫോട്ടോ റെസ്പിറേഷൻ കൂടി കണ്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസും കൂടെ കണ്ടാൽ ചാപ്റ്റർ തീരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.